ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് മൊമെന്റ്, കറണ്ട് ക്യാരിങ് ചെയ്യുന്ന ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ കാര്യങ്ങൾ, രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിലാണെങ്കിൽ അതിലേതെങ്കിലും ഒരു കണ്ടക്ടറിൽ എൽ ലെന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, അതുപോലെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ അത് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. സോ അതിനെ എങ്ങനെയാണ് അമീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദി കൺസെപ്റ്റ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇൻഫിനിറ്റീവ്ലി ലോങ് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഡിഫൈൻ 1 ആംപിയർ ഓഫ് കറണ്ട്. ഓക്കെ, നമുക്ക് 1 ആംപിയർ കറണ്ടിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്, നമുക്ക് അതിനൊരു പേര് കൊടുത്തേക്കാം. എ ബി എന്ന് പറയുന്ന രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്. അതിൽ എയിൽ കൂടിയുള്ള കറണ്ട് IA ആണ്, ബിയിൽ കൂടിയുള്ള കറണ്ട് IB ആണ്. അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് L ആണെന്നിരിക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ D ആണെന്നിരിക്കട്ടെ അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ. നമ്മൾ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കുക. ഈ B എന്ന് പറയുന്ന കണ്ടക്ടറിൽ L എന്തെന്ന് പറയുന്ന പാർട്ടിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്ത് BIL sin θ ഒക്കെ ഇട്ട് അതിൽ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന L എന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FBA എന്ന് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ഇസ് ഈക്വൽ ടു μ0 IA IBL ഡിവൈഡഡ് ബൈ 2πd ആണ്. മിക്കവാറും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫോഴ്സ് പെർ യൂണിറ്റിൽ എന്തായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഫോഴ്സ് പെർ യൂണിറ്റിൽ എന്ത് ഇസ് ഈക്വൽ ടു μ0 IA IB ഡിവൈഡഡ് ബൈ 2πd എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 1 ആംപിയർ കറണ്ട് ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് നമ്മൾ എടുക്കുന്നു. അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ നമ്മൾ 1 മീറ്റർ ആക്കി വെക്കുന്നു. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ കൂടി 1 മീറ്റർ ലെന്തിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. ആ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻⁻⁷ ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ആംപിയർ കറണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്, അതിൽ കൂടിയുള്ള കറണ്ട് 1 ആംപിയർ ആകണമെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ 1 മീറ്റർ ലെന്തിലുള്ള ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കണം? 2 × 10⁻⁻⁷ ന്യൂട്ടൺ ആയിരിക്കണം. അപ്പോൾ ആ കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനെ നമ്മുടെ പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാണ്? 2 × 10⁻⁷ ന്യൂട്ടൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എഫിന്റെ സ്ഥാനത്ത് 2 × 10⁻⁷, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ നമുക്കറിയാം 4π × 10⁻⁷. എല്ലിൻ്റെ വാല്യൂ 1 മീറ്റർ ആണ്. 2π ഡിയുടെ വാല്യൂ 1 മീറ്റർ ആണ്. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 × 10⁻⁷ ന്യൂട്ടൺ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2 long parallel straight wires X and Y separated by a distance of 5 centimeter in air carry currents of 10 ampere and 5 ampere respectively in opposite directions. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് എടുത്തു. ആ രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൽ കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ ആണ് എങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എങ്കിൽ ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ദാറ്റ് മീൻസ് അട്രാക്റ്റീവ് ആയിരിക്കും നേച്ചർ. രണ്ടാമത്തേത്, സെയിം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ തന്നെ, പക്ഷേ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, രണ്ട് കണ്ടക്ടറിലുമുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എങ്കിൽ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു റിപ്പൾസീവ് നേച്ചർ ആയിരിക്കും. ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിപ്പൾസീവ് ആയിരിക്കും.
നമ്മൾ ഡയറക്ഷനൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ എ എന്ന് പറയുന്ന കണ്ടക്ടറിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് എങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും വരിക. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ട് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഫോഴ്സിന്റെ നേച്ചർ അട്രാക്റ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽസീവ് നേച്ചർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ രണ്ട് കേസിലും ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 IA IB L ഡിവൈഡഡ് ബൈ 2πd ആണെന്നും കൂടി ഓർത്തിരിക്കുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽഷനും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കറണ്ട് ക്യാരി ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓൺ എ 20 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദി വയർ Y. അപ്പൊ ഇവിടെ നോക്കിക്കേട കുട്ടികളെ, ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ Y. 5 സെന്റിമീറ്റർ ആണ് അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരെണ്ണത്തിൽ കൂടിയുള്ള കറണ്ട് 10 ആംപിയർ ആണെങ്കിൽ മറ്റേ കണ്ടക്ടറിൽ കൂടിയുള്ളത് 5 ആംപിയർ ആണ്. നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓൺ എ 20 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദ വയർ Y. അപ്പൊ നമ്മൾ ഈ Y എന്ന് പറയുന്ന കണ്ടക്ടറിൽ 20 സെന്റിമീറ്റർ ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. F is equal to μ0 IA IB L ഡിവൈഡഡ് ബൈ എന്താണ് പിള്ളേരെ 2πd ആണ്. μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻7 ആണ് നമുക്കറിയാം. ഐയുടെ വാല്യൂ 10 ആണ്, IB 5 ആംപിയർ ആണ്. ലെന്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 2π × d ആണ്. d എത്രയാണ്? അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കതിനെ 5 × 10⁻2 എന്ന് നമുക്ക് കൊടുക്കാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 × 10⁻5 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുക. കാരണം ഈ 5ഉം 5ഉം 2ഉം 2ഉം ഒക്കെ കട്ട് ചെയ്ത് പൊക്കോളും. സോ സോൾവ് പൈ നമുക്ക് കട്ട് ചെയ്യാം. സോ നമുക്ക് 2ഉം 20യും കൂടെ വെട്ടിയാൽ 10 എന്ന് കിട്ടും. സോ 4 × 10⁻5 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽസീവ് ആണെന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 20 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് വയറിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ആണ് നമ്മൾ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു വയറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. Y എന്ന് പറയുന്ന ആ ലെന്ത് ഉള്ള വയറിന്, അല്ലെങ്കിൽ Y എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ആ ലെന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ അത് മൂവ് ചെയ്യുന്നത് X എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്ന് എവേ ആയിരിക്കും പോവുക. ഓക്കെ, അപ്പൊ ഡയറക്ഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എങ്കിൽ അവരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഫോഴ്സിന്റെ നേച്ചർ റിപ്പൽസീവ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തതും സെയിം പാറ്റേൺ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 straight wires A and B of length 10 meter and 12 meter carrying currents of 4 ampere and 6 ampere respectively in opposite directions lie parallel to each other at a distance of 0.03 meter. Estimate the force on a 50 centimeter section of the wire B near its center. അപ്പോൾ നമ്മുടെ എയും ബിയും ഒക്കെ ഉണ്ട്, അവരുടെ ലെന്ത് ഒക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ തന്നിട്ടുണ്ട്. 10 മീറ്ററും 12 മീറ്ററും ഒക്കെയാണ്. അപ്പോൾ എയിൽ കൂടി പോകുന്ന കറണ്ട് 4 ആംപിയർ ആണെങ്കിൽ ബിയിൽ കൂടി പോകുന്നത് 6 ആംപിയർ ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.03 മീറ്റർ ആണ്. എസ്റ്റിമേറ്റ് ഫോഴ്സ് ഓൺ 50 സെന്റിമീറ്റർ, അതായത് നമ്മൾ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഒരു 15 സെന്റിമീറ്റർ മാത്രമാണ് നമ്മൾ എടുക്കുന്നു. ആ 15 സെന്റിമീറ്റർ ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ അതേ ഇക്വേഷൻ തന്നെ F is equal to μ0 IA IB L ഡിവൈഡഡ് ബൈ 2πd ആണ്. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ നമുക്കറിയാം 4π × 10⁻⁻7 ആണ്. ഐയുടെ വാല്യൂ 4 ആംപിയർ ആണ്. IB 6 ആംപിയർ ആണ്. L എന്ന് പറയുന്നത്
15. ഈ ലെന്ത് ഒന്നും എഴുതി വെച്ചേക്കരുത്. എത്ര ലെന്തിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 15 × 10⁻²- ആണ്, ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.03 മീറ്റർ ആണ്. ഓക്കെ, അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 2.4 × 10⁻⁻5 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ ലെന്തൊക്കെ തരുമ്പോൾ നമുക്ക് മാറിപ്പോവരുത്. എത്ര ലെന്താണോ, നമ്മൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലെന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ എത്രയാണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് ഇൻറ്റു എത്ര ലെന്തിലുള്ളതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇൻറ്റു ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഒറ്റ കാര്യമേ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. ഒരു എന്താ പറയുക, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ, കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് BIL sin θ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. എ എന്ന് പറയുന്ന കണ്ടക്ടർ, ഇവിടെ ബി എന്ന് പറയുന്ന കണ്ടക്ടർ, ഓക്കെ, അവരുടെ അതിൽ കൂടിയുള്ള കറണ്ട് IA IB ആണ് എങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ് എങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഈ IA എന്ന് പറയുന്ന കറണ്ട് കാരണം D ഡിസ്റ്റൻസ് അകലെ B എന്ന് പറയുന്ന ആ കണ്ടക്ടറിൻ്റെ പാർട്ടിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് F = μ0 IA IB L എന്തിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ IA IB L ഡിവൈഡഡ് ബൈ 2πD എന്ന് കിട്ടുന്നത്. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൾസീവ് നേച്ചർ ആണെന്നും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്റ്റീവ് നേച്ചർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തത്, what is the relationship between the current and the magnetic moment of a current carrying circular loop? ഓക്കെ, അപ്പോൾ ഏത് ലൂപ്പ് ആയിക്കോട്ടെ, സർക്കുലറോ റെക്റ്റാങ്കുലറോ ഏത് ഷേപ്പിലുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളോ ഏതെങ്കിലും ഷേപ്പിലായിക്കോട്ടെ, ഒരു ലൂപ്പ്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പിൽ അല്ലെങ്കിൽ അവിടെ നമുക്കറിയാം കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പ് ഒരു ഡൈപോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറയുന്നത് പോലെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പും ഒരു ഡൈപോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M = I × A ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ m വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സ്മോൾ m = I × A ആണ്. n ടേൺസ് ഉണ്ട് എങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M = NIA എന്നാണ് നമ്മൾ പറയുക. മാഗ്നറ്റിക് മൊമെൻ്റ് എന്നും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്നും പറഞ്ഞാലെല്ലാം ഇത് തന്നെ സെയിം ആണ്. അപ്പോൾ ഈ സെയിം ടേം തന്നെ നമ്മൾ ബാർ മാഗ്നറ്റ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പറയുന്ന പോലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നിങ്ങൾ പഠിക്കും. അത് പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് ആണ്. പക്ഷേ ഇവിടെ ബാർ മാഗ്നറ്റിൻ്റെ അല്ല, മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ കറണ്ട് ക്യാരി സർക്കുലാർ ലൂപ്പാണ്. അപ്പോൾ സർക്കുലാർ ലൂപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കുലാർ ലൂപ്പ്. അതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഒറ്റ മാറ്റേ ഉള്ളൂ, ഏരിയ A = എന്നാന്ന് വരും? πr² എന്ന് വരും. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ക്വയർ ആണ്, സൈഡ് A ആണെങ്കിൽ ഏരിയ എന്തെന്ന് വരും? A² എന്ന് വരും. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ പോർഷനാണ്, സൈഡ് എയും ബിയും ആണ് എങ്കിൽ അവിടെ ഏരിയ A × B എന്ന് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ജനറലായിട്ട് ഏത് ലൂപ്പിനും ഇത് ആപ്ലിക്കബിൾ ആണ്. M = NIA. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർക്കുലാർ ലൂപ്പാണ്. സോ M = N × I × πr² എന്ന് വരും. ഇതാണ് മാഗ്നറ്റിക് മൊമെൻറ്റും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A circular coil of 20 turns and a radius 10 cm is placed in a uniform magnetic field of 0.10 Tesla normal to the plane of the coil. Okay. If the current in the coil is 5 ampere, what is the first two question ആണ്. First one, total torque on the coil. Second one, total force on the coil.
അപ്പം നമുക്കറിയാം ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ് കുട്ടികളെ? 0 ആണ്. അപ്പോൾ അത് ഏത് ഷേപ്പിലുള്ള സർക്കുലറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കോയിൽ ഒരു ഫീൽഡിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും ഇവിടെ കുട്ടികളെ? 0 ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് ടോ എന്ന് പറയുന്നത് നമുക്ക് വെക്ടർ ഫോം ആദ്യം എഴുതാം. ടോർക്ക് ടോ നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ എം ബി സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. എം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കോയിലാകുമ്പോഴത്തേക്ക് നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. NIAB സൈൻ തീറ്റയാണ്. അപ്പം അതിൽ തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB ആണ്. ചില സ്ഥലത്ത് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻ 90 ആണ് 1 വരുന്നത്. തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ സൈൻ 90യുടെ വാല്യൂ 1 വരും. സോ അവിടെയുള്ള മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് NIAB എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. ടോട്ടൽ ടോർക്ക് ഓൺ ദ കോയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് ആ കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്, നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ, ഇവിടെ ഇങ്ങനെയാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ ഏരിയ വെക്ടർ മുകളിലേക്കാണ്, അല്ലെങ്കിൽ എമ്മിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് it is placed in a uniform magnetic field of 0.10 Tesla. നോർമൽ എന്ന് വെച്ചാൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണെന്നറിയാം. നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിലാണ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എമ്മിനും ബിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ഈ ചാടി കയറി നോർമൽ കണ്ടുകൊണ്ട് 90 ഡിഗ്രി സൈൻ 91 NIAB എന്നൊക്കെ പറഞ്ഞങ്ങ് ചെയ്തു പോയേക്കരുത്. കാരണം നമുക്ക് ഒരു ലൂപ്പാണ് എങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആ പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമാണ് അവിടെ എന്ത് വരത്തുള്ളൂ? മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരത്തുള്ളൂ. സോ ഇവിടെ തീറ്റ 0 ആണ്. തീറ്റ 0 ആകുമ്പോൾ ടോർക്കിൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ 0 ആണ്. സൈൻ 0യുടെ വാല്യൂ എത്രയാണ്? 0. സോ അവിടെയുള്ള ടോർക്കിൻ്റെ വാല്യൂ ആൻസർ നമുക്ക് എന്നാ കിട്ടുന്നത്? 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലെയിൻ ഓഫ് ദി തീറ്റ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് എങ്കിൽ ഇതാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ ഏരിയ വെക്ടർ അതിന് നേരെ ഇങ്ങോട്ടോ താഴേക്കോ എങ്ങോട്ട് വേണമെങ്കിലും വരാം. സോ എപ്പോഴും പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ അങ്ങ് എടുത്തേക്കാം. ഏരിയ വെക്ടർ മുകളിലേക്കാണ്. സോ ഏരിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് മൊമെൻറ്റിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും തന്നെ മെയിൻ 90% ക്വസ്റ്റ്യനിലും നമുക്ക് തരുന്ന ആംഗിൾ പ്ലെയിൻ ഓഫ് ദി കോയിലും മാഗ്നറ്റിക് ഫീൽഡും ആണ്. അത് നേരെ എടുത്ത് എഴുതി വെച്ചേക്കരുത്. ഓക്കെ, ഏരിയ വെക്ടർ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ടോർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അവരുടെ ഇടയിൽ ഒരു സെപ്പറേഷനൊക്കെ വരും. സോ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് M ക്രോസ് B ആണെന്നും അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ NIAB സൈൻ തീറ്റ ആണെന്നും കൂടി ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ എമ്മും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്ന ഏരിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത് തന്നിട്ടുള്ളത്. എ സർക്കുലർ കോയിൽ ഓഫ് 200 ടേൺസ്
radius 5 cm, carries a current of 2.5 ampere. It is suspended vertically in a uniform horizontal magnetic field of 0.25 Tesla, with the plane of the coil making an angle of 60 degree with the field lines. Calculate the magnitude of the torque that must be applied on it to prevent from turning ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് ദി കോയിൽ എന്നിരിക്കട്ടെ. പ്ലെയിൻ ഓഫ് ദി കോയിൽ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത്, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ പ്ലെയിൻ ഓഫ് ദി കോയിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. അപ്പോൾ തീറ്റ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് മനസ്സിലാകും. അവർ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ടോർക്കിൻ്റെ വാല്യൂ NI/AB സൈൻ തീറ്റ. തീറ്റ ചാടി കയറി ഇവിടെ 60 എന്ന് ഇട്ട് കൊടുത്ത് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റും. കാരണം നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പാർട്ട് എത്ര ഡിഗ്രി ആയിരിക്കും ഇവിടെ കുട്ടികളെ? 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ്. 60 ഡിഗ്രി ഇട്ട് ചെയ്യരുത്. ഏരിയ വെക്ടർ അല്ലെങ്കിൽ ആ കോയിലിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ നമുക്ക് സർക്കുലർ കോയിലൊക്കെ ആയതുകൊണ്ട് ഏരിയയുടെ വാല്യൂ πr² ആണ്. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് 200 ആണ്. കറണ്ടിൻ്റെ വാല്യൂ 2.5 ആണ്. ഏരിയയുടെ വാല്യൂ πr² ആണ്. പൈക്ക് 3.14 എന്നിടാം. r² 5 × 10⁻² ഹോൾ സ്ക്വയർ ആണ്. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.25 ആണ്. ഇൻറ്റു സൈൻ 30 ആണ് ചെയ്യേണ്ടത്. സൈൻ 30യുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്. അതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ 0.49 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു എന്താ പറയുക തീറ്റയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? എമ്മിനും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ M×B ആണ്. അപ്പോൾ എമ്മിനും ബിക്കും, എം എന്താണ്? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഷണ്ട്? സ്റ്റേറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. ഇപ്പം നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഒക്കെ പഠിക്കുമ്പോൾ നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് യൂസ് ചെയ്യാനായിട്ട്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വലിയൊരു റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ടൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു സർക്യൂട്ടിൽ കൊണ്ടേ വെച്ചാൽ ഇതിൻ്റെ ഈ കൊണ്ടേ വെക്കുന്ന ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കാരണം ആ സർക്യൂട്ടിലുള്ള കറണ്ട് മൊത്തം മാറും. അപ്പോൾ നമ്മൾ 2 ആംപിയർ മെഷർ ചെയ്യേണ്ടതെങ്കിൽ അല്ലെ 2 മില്ലി ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഈ റെസിസ്റ്റൻസ് കാരണം കറണ്ടിൻ്റെ വാല്യൂ മാറും. സോ നമ്മൾ മെയിനായിട്ട് 2 റീസൺ കൊണ്ടാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാത്തത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ റെസിസ്റ്റൻസ് കാരണം ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ നമ്മൾ കൊണ്ടേ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം മെഷർ ചെയ്യപ്പെടേണ്ട കറണ്ടിൻ്റെ വാല്യൂ മാറും. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസാണ്. നമ്മൾ പോയിൻ്ററൊക്കെ ഉണ്ട്, ആ കോയിലിൽ കൂടിയുള്ള കറണ്ട് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴത്തേക്കും ഈ ഒരു പോയിൻ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ അങ്ങ് കാണിക്കും. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടും മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെറിയ കൺവേർഷൻസ് ഒക്കെ വരുത്തി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട്മീറ്ററും കറണ്ട് മെഷർ ചെയ്യാൻ അമീറ്ററുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷണ്ട് എന്ന് പറയുന്ന ആ ഒരു ടേം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗാൽവനോമീറ്ററിനെ ഇങ്ങനെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതിന് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RG ആണ്. ഗാൽവനോമീറ്ററിലൊക്കെ അവിടെയുള്ള കറണ്ട് IG ആണ് എങ്കിൽ ഈ അമീറ്റർ എന്നൊക്കെ പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻറ്റ് ഡിവൈസ് ആണ്. സോ നമ്മൾ ഇതിൻ്റെ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് പാരലലായിട്ടൊരു സ്മോൾ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്മോൾ റെസിസ്റ്റൻസിന് നമുക്ക് ക്യാപിറ്റൽ R എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ RS എന്നോ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. അപ്പോൾ ഈ മൊത്തം ഡിവൈസ് അപ്പോൾ പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സർക്യൂട്ടിൻ്റെ മൊത്തം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആ ലോ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. കാരണം നമ്മളിവിടെ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഡോട്ടഡ് പോർഷനുള്ളിലുള്ളത് മൊത്തമാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? അമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ
അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷണ്ട്. സ്മോൾ റെസിസ്റ്റൻസ് ആണ്, നമ്മൾ ഒരു ഗാൽവനോമീറ്ററിൽ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതിനെയാണ് നമ്മൾ എന്നാന്ന് വിളിക്കുന്നത്? ഷണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷണ്ട് റെസിസ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും ഇവിടെ കുഞ്ഞുങ്ങളെ? ഓം വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഷണ്ട് മീൻസ് പാരലൽ ആണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. സോ ആ ഒരു വാല്യൂ നമ്മൾക്ക് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം വരും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നില്ല. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാരലൽ ആയിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ കറണ്ട് I ആണ് എങ്കിൽ കറണ്ട് ഡിവൈഡിങ് റൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മേളിക്കൂടെയുള്ളത് IG ആണെങ്കിൽ താഴേക്കൂടെയുള്ളത് I മൈനസ് IG ആണ്. ഈ രണ്ട് ബ്രാഞ്ചും അവിടെ പാരലൽ ആണ്. സോ പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. IG ഇൻറ്റു RG ഇസ് ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു നമുക്ക് എന്നാന്ന് പറയാൻ പറ്റും? R എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സെയിം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡപ്പ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റും കൂടി പോരുവാണ്. നമ്മളൊരു ഗാൽവനോമീറ്ററിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻറ്റ് ഡിവൈസാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടണം. അതിനായിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഇവിടെ പാരലലായി സീരീസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് കറണ്ട് IG തന്നെയായിരിക്കും. സോ ഈ ഒരു മൊത്തം അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ അവിടുത്തെ വോൾട്ട് മീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ V ഇസ് ഈക്വൽ ടു വോൾട്ടേമീറ്റർ മെഷർ ചെയ്യുന്ന V ഇസ് ഈക്വൽ ടു IG ഇൻറ്റു ഈ രണ്ട് റെസിസ്റ്റൻസും സീരീസ് ആയതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് RG പ്ലസ് R എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RG പ്ലസ് R എന്നും ഈ സെയിം തന്നെ അമീറ്ററിൻ്റെ കേസിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് RGയും Rഉം പാരലലാണ്. സോ RG ഇൻറ്റു R ഡിവൈഡഡ് ബൈ RG പ്ലസ് R എന്ന് വരും. ഓക്കെ, അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ആ ഒരു വാല്യൂ. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്തുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ രണ്ട് റീസൺസ് പറഞ്ഞു. രണ്ടാമത് അതിനെ എങ്ങനെയാണ് അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, അവിടുത്തെ V എത്രയാണ്, I എത്രയാണ്, പാരലൽ ബ്രാഞ്ച് ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, സീരീസ് ആണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ വെച്ച് നമ്മൾ ഇക്വേഷൻസും എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെ അമീറ്റർ ആക്കാം, ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഗാൽവനോമീറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കറണ്ട് മെഷർ ചെയ്യാനാണ്. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഫോർ മെഷറിങ് മൈക്രോ ആംപിയർ കറണ്ട് ദ ഗാൽവനോമീറ്റർ ഈസ്, ആ ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം കറണ്ട് മെഷർ ചെയ്യാൻ ഒരു സർക്യൂട്ടിൽ ഈ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത അമീറ്റർ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, അത് തമ്മിൽ എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അമീറ്റർ ഈ ഒരു കാര്യമൊക്കെ ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുന്നു, അതിൻ്റെ കൺവേർഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്ത സാധനമൊക്കെ ഇപ്പോൾ അമീറ്റർ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ കൊണ്ടേ വെച്ചാലല്ലേ അത് കറണ്ട് റീഡ് ചെയ്യുള്ളൂ. അങ്ങനെ കൊണ്ടേ വെക്കുന്നത് ഒരു സർക്യൂട്ടിൽ അമീറ്റർ കൊണ്ടേ വെക്കുന്നത് സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ കൊണ്ടേ വെക്കുന്നത് പാരലലായിട്ടുമാണ്. അപ്പോൾ കുഞ്ഞു കറണ്ടോ മൈക്രോ ആംപിയറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഗാൽവനോമീറ്റർ നമ്മൾ എപ്പോഴും ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിരിക്കും. ഒരു സർക്യൂട്ടിനുള്ളിൽ നമ്മളത് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓർത്തിരിക്കുക. തെറ്റിപ്പോകുന്നതാണ്, ഓർത്തിരിക്കുക. അടുത്തത്, ഇഫ് ഓൺലി 2% ഓഫ് ദ കറണ്ട് ഈസ് ടു പാസ് ത്രൂ എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് G, ദെൻ റെസിസ്റ്റൻസ് ഓഫ് ഷണ്ട് വിൽ ബി. അപ്പോൾ നമുക്കൊരു ഇതൊക്കെ വരയ്ക്കാം. ഇതാണ് ഗാൽവനോമീറ്റർ, അതിൻ്റെ റെസിസ്റ്റൻസ് G എന്ന് തന്നിട്ടുണ്ട്. അതിൽ കൂടി 2% കറണ്ടും മിച്ചമുള്ളത് 98% അല്ലേ. ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ അതിൽ 2% ഇങ്ങോട്ട് പോയി, ബാക്കി 98%ഉം കറണ്ട് പോയിരിക്കുന്നത് താഴത്തെ ബ്രാഞ്ചിൽ കൂടിയാണ് അല്ലേ.
അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. 2 ബ്രാഞ്ചും പാരലലാണ്. സോ അവിടെയുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് 2%. അപ്പോൾ നമുക്കതിനെ 2/100 ഇൻറ്റു I. അവിടുത്തെ റെസിസ്റ്റൻസ് G ആണ്. താഴത്തെ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് 98%, 98/100 ഇൻറ്റു I ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 100, 100, I ഒക്കെ കട്ട് ചെയ്താൽ R is equal to 2/98G എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2/98 അല്ലെങ്കിൽ G ഡിവൈഡഡ് ബൈ നമുക്ക് എന്നാന്ന് എഴുതാം, 49 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ D ആണ്. അപ്പോൾ എങ്ങനെ ഈ സെയിം കാര്യം തന്നെ വോൾട്ട് മീറ്ററിൻ്റെ കേസും ഒക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. 2 ബ്രാഞ്ചും പാരലൽ ആണ് എങ്കിൽ അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. സീരീസ് ആയിട്ടാണ് എങ്കിൽ അവിടെ കറണ്ട് സെയിം ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ? ഇപ്പം നമ്മൾ പഠിച്ച മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയല്ലേ പഠിച്ചത്. അപ്പോൾ ശരിക്കും നിങ്ങൾ NCERT നോക്കിയാൽ നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഫിഗർ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ് അവിടെ ബാർ മാഗ്നറ്റിനൊക്കെ വന്നിരിക്കുന്നത്. ഇങ്ങനെ നോർത്ത് പോള്, സൗത്ത് പോള്, ഇവിടെ ഇങ്ങനെ ഒരു അയൺ കോർ ഉണ്ട്. അതിൽ കൂടി കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി കറണ്ട് I ഉണ്ട്. ഇതൊരു അയൺ കോറാണ്. അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ കുറച്ച് സ്പ്രിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീൽഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടുത്തെ ഫീൽഡ് ഇങ്ങനെയാണ്, റേഡിയൽ ആയിട്ടാണ് എപ്പോഴും വരിക. ഓക്കെ, റേഡിയൽ ഫീൽഡാണ്. അപ്പോൾ പ്ലെയിൻ ഓഫ് ദി കോയിലിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഫീൽഡ് അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ ആ കോയിലിൽ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ടോർക്കിൻ്റെ ഒക്കെ വാല്യൂ NIAB സൈൻ തീറ്റയാണ്. അതിൽ തീറ്റ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്തായിട്ടാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അതൊരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിൻ്റർ ഉണ്ട്, ഇവിടെ നമ്മുടെ റീഡിംഗ് ഒക്കെ കാണിക്കുന്ന ആ പോർഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നടുക്ക് സ്പ്രിങ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കൂടി ഈ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് എന്ന് പറയുന്നത് NIAB ആണ്. അപ്പോൾ ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നടുക്ക് വെച്ചിരിക്കുന്ന സ്പ്രിങ് തിരിച്ചൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് K∅, റീസ്റ്റോറിങ് ടോർക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. അതിൽ ഞാൻ 2 സിമ്പൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? Kയും Φയും. Φ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ്. നമ്മുടെ Kയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ടോർഷണൽ കോൺസ്റ്റന്റ്. എന്താണ് പിള്ളേരെ? ടോർഷണൽ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ്. റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ് Φ എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ റീസ്റ്റോറിങ് ടോർക്കാണ് K∅. ഒന്നുകൂടെ പറയാം, ഇവിടെ കോയിലുണ്ട്, ഒരു അയൺ കോറുണ്ട്, അതിൻ്റെ അവിടെ ഇങ്ങനെ കോയിൽ വെച്ചിട്ടുണ്ട്. ആ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫീൽഡിൻ്റെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് എപ്പോഴും അവിടെയുള്ള ടോർക്കിൻ്റെ വാല്യൂ NIAB ആണ്. ആ NIAB അവിടെയുള്ള ടോർക്കാണ്. അപ്പോൾ ഇത് തിരിയുന്നതനുസരിച്ച് സ്പ്രിങ് ഒരു റീസ്റ്റോറിങ്, നടുക്ക് ഈ കുഞ്ഞു കുഞ്ഞു വരച്ച് വെച്ചിരിക്കുന്നതാണ് സ്പ്രിങ്. ആ സ്പ്രിങ് ഒരു റീസ്റ്റോറിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയുന്നത് K∅ ആണ്. അതിൽ Kയുടെ ഒരു പേരുണ്ട്, ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇവിടെ ഫീൽഡിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് റേഡിയൽ ആണെന്ന് ഓർത്തിരിക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ NIAB = K∅ എന്ന് ഓർത്തിരിക്കുക. ആ കോയിലുണ്ടാകുന്ന ടോർക്കാണ് NIAB. ആ സ്പ്രിങ് വഴി ഉണ്ടാകുന്ന റീസ്റ്റോറിങ് ടോർക്കാണ് K∅ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത 2 കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. NIAB = K∅ ആണ് എങ്കിൽ നമുക്ക് ഒരു ഫൈനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് എഴുതാം. Φ = NAB/K × I. അപ്പോൾ നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവിടെയുള്ള ഡിഫ്ലക്ഷൻ Φ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? I ആണെന്നുള്ളത് ഓർത്തിരിക്കുക.
അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് അതിനെ തിരിച്ചെഴുതിയാൽ K/NAB, അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ടെസ്റ്റ്. അല്ല, K/NABക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. കെയുടെ മാത്രം പേരാണ് ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 ടേം പറയാൻ പോവുകയാണ്. ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി. എന്താണ് കുഞ്ഞുങ്ങളെ? കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി. അതിനെ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുന്നത് Phi/I ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് ഈ മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് Phi/I എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. IS ഒന്ന് അങ്ങ് കൊടുക്കാം. IS is equal to phi ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആണ്. അതിനെ നമുക്ക് കിട്ടുന്നത് NAB/K എന്നാണ് കിട്ടുന്നത്. സെയിം തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി VS എന്ന് പറയുന്നത് Phi/V ആണ്. അപ്പോൾ അതിനെ നമുക്ക് Phi/I ഇൻറ്റു ഓംസ് ലോ വെച്ചിട്ട് V is equal to IR എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് Phi/Iയുടെ സ്ഥാനത്ത് NAB/K എന്നും പിന്നെ ഒരു R ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻ വേണമെങ്കിൽ എഴുതാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോ പോലെയാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി V ഇസ് ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ റെസിസ്റ്റൻസ് ആണെന്നും ഈ 2 ഇക്വേഷൻസും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Give 2 factors by which the current sensitivity or voltage sensitivity of a moving coil galvanometer can be increased. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് NAB/K ആണ്. അപ്പോൾ നമുക്ക് ഗാൽവനോമീറ്റർ ഇൻക്രീസ് ചെയ്യണം അല്ലേ? ഗാൽവനോമീറ്ററിൻ്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അല്ലെ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ N കൂട്ടാം, അല്ലെങ്കിൽ അവിടെയുള്ള ഫീൽഡിൻ്റെ വാല്യൂ കൂട്ടാം. ഓക്കെ, A കൂട്ടാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ടോർഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറയ്ക്കാം. K കുറയുമ്പോൾ തീർച്ചയായിട്ടും ISൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. കറണ്ട് സെൻസിറ്റിവിറ്റി IS ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് കുട്ടികളെ NAB/K ആണ്. ഓക്കെ, സെയിം തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ NAB/K ഇൻറ്റു R ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഒന്നും കൂടി ഓർത്തേ. IS ഇസ് ഈക്വൽ ടു NAB/K. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു NAB/K ഇൻറ്റു R. അപ്പം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ R ആണെന്നും കൂടി ഓർത്തിരിക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജുമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇൻക്രീസിങ് ദി കറണ്ട് സെൻസിറ്റിവിറ്റി മേ നോട്ട് നെസസറിലി ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. ജസ്റ്റിഫൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് N ആയിരിക്കുന്ന സമയത്ത് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് NAB/Kയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? NAB/K ഇൻറ്റു R എന്നും എഴുതാം. നമ്മൾ ഈ നമ്പർ ഓഫ് ടേൺസ് Nന് പകരം എന്നാക്കി 2N എന്നാക്കി. അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് സെൻസിറ്റിവിറ്റി 2N ഇൻറ്റു AB/K IS ഡാഷ് എന്ന് കൊടുക്കാം. IS ഡാഷ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് IS എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്തു. പക്ഷേ സെയിം തന്നെ നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൊടുക്കുമ്പോൾ N 2N ആകുന്നു. എയും ബിയും ഒക്കെ അങ്ങനെ തന്നെ ബൈ K ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുന്നതനുസരിച്ച് അവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡബിൾ ചെയ്യും. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 2R. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പൊക്കോളും. സോ അവിടെ നമുക്ക് VS ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് കിട്ടുന്നത്? VS തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു. കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിളായി, പക്ഷെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അവിടെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, മാറിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം റെസിസ്റ്റൻസും ഡബിൾ ചെയ്തു. അവർ ക്യാൻസൽ ചെയ്തു പോയി. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി VS തന്നെയായിരിക്കും. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു.
ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, അതൊന്ന് ഓർക്കുമ്പോൾ തന്നെ NI/AB = K∅ എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ടോർക്ക് അവിടെ മാക്സിമം ആണ്, ആ കോയിലുണ്ടാകുന്ന ടോർക്ക് മാക്സിമം ആണ്, തീറ്റ 90 ഡിഗ്രി ആണെന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ NI/AB ആണ് അവിടെ ആ കോയിലുണ്ടാകുന്ന ടോർക്ക്. അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള റീസ്റ്റോറിംഗ് ടോർക്കാണ് K∅ എന്ന് പറയുന്നത്. അതിൽ നിന്ന് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ഒക്കെ നമ്മൾ പറയുന്നു. അവർ തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പറയുന്നു. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി = കറണ്ട് സെൻസിറ്റിവിറ്റി /R ആണ്. പക്ഷെ നമ്മൾ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിലെ കറണ്ടൊക്കെ മാറ്റുന്നത് കൊണ്ടും നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് അതിനെ കറണ്ട് മെഷർ ചെയ്യാൻ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനായിട്ട് നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ പാരലലായിട്ട് ഷണ്ടായിട്ട് കണക്ട് ചെയ്തു. സെയിം തന്നെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആ ഗാൽവനോമീറ്ററിലേക്ക് സീരിയസ് ആയിട്ട് ഒരു ലാർജ് വാല്യൂ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ചെയ്തപ്പോൾ അവിടെ വോൾട്ട് മീറ്ററും അമീറ്ററും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നല്ല പോലെ പഠിക്കുക, മിടുക്കരാവുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ്, കറണ്ട് ക്യാരിങ് ചെയ്യുന്ന ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ കാര്യങ്ങൾ, രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിലാണെങ്കിൽ അതിലേതെങ്കിലും ഒരു കണ്ടക്ടറിൽ L ലെന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, അതുപോലെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അത് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. സോ അതിനെ എങ്ങനെയാണ് അമീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദി കൺസെപ്റ്റ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇൻഫിനിറ്റീവ്ലി ലോങ് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഡിഫൈൻ 1 ആംപിയർ ഓഫ് കറണ്ട്. ഓക്കെ, നമുക്ക് 1 ആംപിയർ കറണ്ടിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്, നമുക്കതിനൊരു പേര് കൊടുത്തേക്കാം. A, B എന്ന് പറയുന്ന 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്. അതിൽ എയിൽ കൂടിയുള്ള കറണ്ട് IA ആണ്, ബിയിൽ കൂടിയുള്ള കറണ്ട് IB ആണ്. അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് L ആണെന്നിരിക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ D ആണെന്നിരിക്കട്ടെ അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ. നമ്മൾ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കുക. ഈ B എന്ന് പറയുന്ന കണ്ടക്ടറിൽ L എന്തെന്ന് പറയുന്ന പാർട്ടിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്ത് BIL sin θ ഒക്കെ ഇട്ട് അതിൽ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന L എന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FBA എന്ന് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ = μ0 IAIBL / 2πd ആണ്. മിക്കവാറും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫോഴ്സ് പെർ യൂണിറ്റിൽ എന്തായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് = μ0 IAIB / 2πd എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 1 ആംപിയർ കറണ്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയുമ്പോൾ 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് നമ്മൾ എടുക്കുന്നു. അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ നമ്മൾ 1 മീറ്റർ ആക്കി വെക്കുന്നു. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ കൂടി 1 മീറ്റർ ലെന്തിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. ആ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻⁻⁷ ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ആംപിയർ കറണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്, അതിൽ കൂടിയുള്ള കറണ്ട് 1 ആംപിയർ ആകണമെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ്.
അതിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ 1 മീറ്റർ ലെന്തിലുള്ള ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കണം? 2 × 10⁻⁻⁷ ന്യൂട്ടൺ ആയിരിക്കണം. അപ്പൊ ആ കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ നമ്മുടെ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാണ്? 2 × 10⁻⁷ ന്യൂട്ടൺ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എഫിന്റെ സ്ഥാനത്ത് 2 × 10⁻⁷, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂസിറോയുടെ വാല്യൂ നമുക്കറിയാം 4π × 10⁻⁷. എല്ലിന്റെ വാല്യൂ 1 മീറ്റർ ആണ്. 2π ഡിയുടെ വാല്യൂ 1 മീറ്റർ ആണ്. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 × 10⁻⁷ ന്യൂട്ടൺ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2 long parallel straight wires X and Y separated by a distance of 5 centimeter in air carry currents of 10 ampere and 5 ampere respectively in opposite directions. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് എടുത്തു. ആ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൽ കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ ആണ് എങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എങ്കിൽ ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ദാറ്റ് മീൻസ് അട്രാക്റ്റീവ് ആയിരിക്കും നേച്ചർ. രണ്ടാമത്തേത്, സെയിം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നെ, പക്ഷേ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, 2 കണ്ടക്ടറിലുമുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എങ്കിൽ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു റിപ്പൾസീവ് നേച്ചർ ആയിരിക്കും. ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിപ്പൾസീവ് ആയിരിക്കും. നമ്മൾ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ എ എന്ന് പറയുന്ന കണ്ടക്ടറിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് എങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും വരിക. ക്ലിയർ ആവുന്നുണ്ടോ? 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഫോഴ്സിന്റെ നേച്ചർ അട്രാക്റ്റീവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൾസീവ് നേച്ചർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ 2 കേസിലും ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 IA IB L ഡിവൈഡഡ് ബൈ 2πd ആണെന്നും കൂടി ഓർത്തിരിക്കുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ഷനും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽഷനും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കറണ്ട് ക്യാരി ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓൺ എ 20 cm ലെങ്ത് ഓഫ് ദി വയർ Y. അപ്പൊ ഇവിടെ നോക്കിക്കേട കുട്ടികളെ, ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ വൈ. 5 cm ആണ് അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരെണ്ണത്തിൽ കൂടിയുള്ള കറണ്ട് 10 ആംപിയർ ആണെങ്കിൽ മറ്റേ കണ്ടക്ടറിൽ കൂടിയുള്ളത് 5 ആംപിയർ ആണ്. നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓൺ എ 20 cm ലെങ്ത് ഓഫ് ദ വയർ Y. അപ്പൊ നമ്മൾ ഈ Y എന്ന് പറയുന്ന കണ്ടക്ടറിൽ 20 cm ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. F is equal to μ0 IA IB L ഡിവൈഡഡ് ബൈ എന്താണ് പിള്ളേരെ? 2πd ആണ്. μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ് നമുക്കറിയാം. ഐയുടെ വാല്യൂ 10 ആണ്, IB 5 ആംപിയർ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 20 cm ആണ്. ഡിവൈഡഡ് ബൈ 2π × d ആണ്. d എത്രയാണ്? അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 5 cm ആണ്. അപ്പൊ നമുക്ക് അതിനെ 5 × 10⁻² എന്ന് നമുക്ക് കൊടുക്കാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 × 10⁻5 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുക. കാരണം ഈ 5ഉം 5ഉം 2ഉം 2ഉം ഒക്കെ കട്ട് ചെയ്ത് പൊക്കോളും. സോ സോൾവ് പൈ നമുക്ക് കട്ട് ചെയ്യാം. സോ നമുക്ക് 2ഉം 20യും കൂടെ വെട്ടിയാൽ 10 എന്ന് കിട്ടും. സോ 4 × 10⁻5 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൾസീവ് ആണെന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 20 cm ലെങ്ത് ഓഫ് വയറിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പൊ തന്നെ ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്
ആ ഒരു വയറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. ദേ വൈ എന്ന് പറയുന്ന ആ ലെന്ത് ഉള്ള വയറിന് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ആ ലെന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ അത് മൂവ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്ന് എവേ ആയിരിക്കും പോവുക. ഓക്കെ, അപ്പൊ ഡയറക്ഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എങ്കിൽ അവരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഫോഴ്സിന്റെ നേച്ചർ റിപ്പൽസീവ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തതും സെയിം പാറ്റേൺ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 straight wires A and B of length 10 meter and 12 meter carrying currents of 4 ampere and 6 ampere respectively in opposite directions lie parallel to each other at a distance of 0.03 meter. Estimate the force on a 50 centimeter section of the wire B near its center. ഇപ്പം നമ്മുടെ എയും ബിയും ഒക്കെ ഉണ്ട്, അവരുടെ ലെന്ത് ഒക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ തന്നിട്ടുണ്ട്. 10 മീറ്ററും 12 മീറ്ററും ഒക്കെയാണ്. അപ്പോൾ എയിൽ കൂടി പോകുന്ന കറണ്ട് 4 ആംപിയർ ആണെങ്കിൽ ബിയിൽ കൂടി പോകുന്നത് 6 ആംപിയർ ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.03 മീറ്റർ ആണ്. എസ്റ്റിമേറ്റ് ഫോഴ്സ് ഓൺ 50 സെൻറ്റിമീറ്റർ, അതായത് നമ്മൾ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഒരു 15 സെൻറ്റിമീറ്റർ മാത്രമാണ് നമ്മൾ എടുക്കുന്നു. ആ 15 സെൻറ്റിമീറ്റർ ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ അതേ ഇക്വേഷൻ തന്നെ F is equal to μ0 IA IB L divided by 2πd ആണ്. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ നമുക്കറിയാം 4π into 10⁻⁻7 ആണ്. ഐയുടെ വാല്യൂ 4 ആംപിയർ ആണ്. IB 6 ആംപിയർ ആണ്. L എന്ന് പറയുന്നത് 15. ഈ ലെന്ത് ഒന്നും എഴുതി വെച്ചേക്കരുത്. എത്ര ലെന്തിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 15 into 10⁻⁻2 ആണ്. ഡിവൈഡഡ് ബൈ 2π into സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.03 മീറ്റർ ആണ്. ഓക്കെ, അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 2.4 into 10⁻⁻5 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ ലെന്തൊക്കെ തരുമ്പോൾ നമുക്ക് മാറിപ്പോവരുത്. എത്ര ലെന്താണോ, നമ്മൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലെന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ എത്രയാണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് ഇൻറ്റു എത്ര ലെന്തിലുള്ളതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇൻറ്റു ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഒറ്റ കാര്യമേ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. ഒരു എന്താ പറയുക, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ, കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് BIL sin θ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. എ എന്ന് പറയുന്ന കണ്ടക്ടർ, ഇവിടെ ബി എന്ന് പറയുന്ന കണ്ടക്ടർ, ഓക്കെ, അവരുടെ അതിൽ കൂടിയുള്ള കറണ്ട് IA IB ആണ് എങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ് എങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഈ IA എന്ന് പറയുന്ന കറണ്ട് കാരണം D ഡിസ്റ്റൻസ് അകലെ B എന്ന് പറയുന്ന ആ കണ്ടക്ടറിൻ്റെ പാർട്ടിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് F is equal to μ0 IA IB L എന്തിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ IA IB L divided by 2πd എന്ന് കിട്ടുന്നത്. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൾസീവ് നേച്ചർ ആണെന്നും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്റ്റീവ് നേച്ചർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തത്, what is the relationship between the current and the magnetic moment of a current carrying circular loop? ഓക്കെ, അപ്പോൾ ഏത് ലൂപ്പ് ആയിക്കോട്ടെ, സർക്കുലറോ റെക്റ്റാങ്കുലറോ ഏത് ഷേപ്പിലുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളോ ഏതെങ്കിലും ഷേപ്പിലായിക്കോട്ടെ, ഒരു ലൂപ്പ്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പിൽ അല്ലെങ്കിൽ അവിടെ ഒരു നമുക്കറിയാം കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പ് ഒരു ഡൈപോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറയുന്നത് പോലെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പും ഒരു ഡൈപോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M is equal to
ഐ ഇൻറ്റു എ ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ എം വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. സ്മോൾ എം ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. n ടേൺസ് ഉണ്ട് എങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് m ഇസ് ഈക്വൽ ടു NIA എന്നാണ് നമ്മൾ പറയുക. മാഗ്നറ്റിക് മൊമെന്റ് എന്നും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നും പറഞ്ഞാലെല്ലാം ഇത് തന്നെ സെയിം ആണ്. അപ്പോൾ ഈ സെയിം ടേം തന്നെ നമ്മൾ ബാർ മാഗ്നറ്റ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പറയുന്ന പോലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ബാർ മാഗ്നറ്റിന്റെ കേസിൽ നിങ്ങൾ പഠിക്കും. അത് പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് ആണ്. പക്ഷേ ഇവിടെ ബാർ മാഗ്നറ്റിന്റെ അല്ല, മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറണ്ട് ക്യാരി സർക്കുലാർ ലൂപ്പാണ്. അപ്പോൾ സർക്കുലാർ ലൂപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കുലാർ ലൂപ്പ്. അതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഒറ്റ മാറ്റേ ഉള്ളൂ, ഏരിയ A ഇസ് ഈക്വൽ ടു എന്നാന്ന് വരും, പൈ R² എന്ന് വരും. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ക്വയർ ആണ്, സൈഡ് A ആണെങ്കിൽ ഏരിയ എന്തെന്ന് വരും, A² എന്ന് വരും. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ പോർഷനാണ്, സൈഡ് എയും ബിയും ആണ് എങ്കിൽ അവിടെ ഏരിയ A ഇൻറ്റു ബി എന്ന് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ജനറൽ ആയിട്ട് ഏത് ലൂപ്പിനും ഇത് ആപ്ലിക്കബിൾ ആണ്. m ഇസ് ഈക്വൽ ടു NIA. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർക്കുലാർ ലൂപ്പാണ്. സോ m ഇസ് ഈക്വൽ ടു n ഇൻറ്റു I ഇൻറ്റു പൈ R² എന്ന് വരും. ഇതാണ് മാഗ്നറ്റിക് മൊമെൻറ്റും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A circular coil of 20 turns and a radius 10 cm is placed in a uniform magnetic field of 0.10 Tesla normal to the plane of the coil. Okay. If the current in the coil is 5 ampere, what is the first question ആണ്. First one, total torque on the coil. Second one, total force on the coil. അപ്പം നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ് കുട്ടികളെ, 0 ആണ്. അപ്പോൾ അത് ഏത് ഷേപ്പിലുള്ള സർക്കുലറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കോയിൽ ഒരു ഫീൽഡിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും ഇവിടെ കുട്ടികളെ, 0 ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് ടോ എന്ന് പറയുന്നത് നമുക്ക് വെക്ടർ ഫോം ആദ്യം എഴുതാം. ടോർക്ക് ടോ നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു M ക്രോസ് B ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ MB സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. M എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കോയിൽ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. NIAB സൈൻ തീറ്റയാണ്. അപ്പം അതിൽ തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB ആണ്. ചില സ്ഥലത്ത് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻ 90 ആണ് 1 വരുന്നത്. തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ സൈൻ 90യുടെ വാല്യൂ 1 വരും. സോ അവിടെയുള്ള മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് NIAB എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. ടോട്ടൽ ടോർക്ക് ഓൺ ദ കോയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്, ആ കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്, നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ, ഇവിടെ ഇങ്ങനെയാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ ഏരിയ വെക്ടർ മുകളിലേക്കാണ്, അല്ലെങ്കിൽ എമ്മിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്, it is placed in a uniform magnetic field of 0.10 Tesla normal എന്ന് വെച്ചാൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണെന്നറിയാം. നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ ആണ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എമ്മിനും ബിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ഈ ചാടി കയറി നോർമൽ കണ്ടുകൊണ്ട് 90 ഡിഗ്രി സൈൻ 91 NIAB എന്നൊക്കെ പറഞ്ഞങ്ങ് ചെയ്ത് പോയേക്കരുത്. കാരണം നമുക്ക് ഒരു ലൂപ്പാണ് എങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആ പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമാണ് അവിടെ എന്ത് വരത്തുള്ളൂ, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ വരത്തുള്ളൂ. സോ ഇവിടെ തീറ്റ 0 ആണ്. തീറ്റ 0 ആകുമ്പോൾ ടോർക്കിന്റെ വാല്യൂ നമുക്ക് എഴുതാം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു
NiAb സൈൻ 0 ആണ്. സൈൻ 0യുടെ വാല്യൂ എത്രയാണ്? 0. സോ അവിടെയുള്ള ടോർക്കിൻ്റെ വാല്യൂ ആൻസർ നമുക്ക് എന്നാ കിട്ടുന്നത്? 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലെയിൻ ഓഫ് ദി തീറ്റ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് എങ്കിൽ ഇതാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ എങ്കിൽ ഏരിയ വെക്ടർ അതിന് നേരെ ഇങ്ങോട്ടോ താഴേക്കോ എങ്ങോട്ട് വേണമെങ്കിലും വരാം. സോ എപ്പോഴും പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഏരിയ വെക്ടർ മുകളിലേക്കാണ്. സോ ഏരിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് മൊമെൻറ്റിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും തന്നെ മെയിൻ 90% ക്വസ്റ്റ്യനിലും നമുക്ക് തരുന്ന ആംഗിൾ പ്ലെയിൻ ഓഫ് ദി കോയിലും മാഗ്നറ്റിക് ഫീൽഡും ആണ്. അത് നേരെ എടുത്ത് എഴുതി വെച്ചേക്കരുത്. ഓക്കെ, ഏരിയ വെക്ടർ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ടോർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അവരുടെ ഇടയിൽ ഒരു സെപ്പറേഷനൊക്കെ വരും. സോ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് M×B ആണെന്നും അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ NiAb സൈൻ തീറ്റ ആണെന്നും കൂടി ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എമ്മും ബിയും തമ്മിലുള്ള ആംഗിളാണ്. എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്ന ഏരിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത് തന്നിട്ടുള്ളത്. എ സർക്കുലാർ കോയിൽ ഓഫ് 200 ടേൺസ് radius 5 cm carries a current of 2.5 ampere. It is suspended vertically in a uniform horizontal magnetic field of 0.25 Tesla with the plane of the coil making an angle of 60 degree with the field lines. Calculate the magnitude of the torque that must be applied on it to prevent from turning ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് ദി കോയിൽ എന്നിരിക്കട്ടെ. പ്ലെയിൻ ഓഫ് ദി കോയിൽ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ പ്ലെയിൻ ഓഫ് ദി കോയിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അപ്പോൾ തീറ്റ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് മനസ്സിലാകും. അവർ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ടോർക്കിൻ്റെ വാല്യൂ NiAb സൈൻ തീറ്റ ചാടി കയറി ഇവിടെ 60 എന്ന് ഇട്ട് കൊടുത്ത് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റും. കാരണം നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ ഓഫ് ദി കോയിലിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പാർട്ട് എത്ര ഡിഗ്രി ആയിരിക്കും ഇവിടെ കുട്ടികളെ? 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ്. 60 ഡിഗ്രി ഇട്ട് ചെയ്യരുത്. ഏരിയ വെക്ടർ അല്ലെങ്കിൽ ആ കോയിലിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ നമുക്ക് സർക്കുലാർ കോയിലൊക്കെ ആയതുകൊണ്ട് ഏരിയയുടെ വാല്യൂ πr² ആണ്. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് 200 ആണ്. കറണ്ടിൻ്റെ വാല്യൂ 2.5 ആണ്. ഏരിയയുടെ വാല്യൂ πr² ആണ്. പൈക്ക് 3.14 എന്നിടാം. r² 5 × 10⁻⁻² ഹോൾ സ്ക്വയർ ആണ്. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.25 ആണ്. ഇൻറ്റു സൈൻ 30 ആണ് ചെയ്യേണ്ടത്. സൈൻ 30യുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്. അതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ 0.49 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു എന്താ പറയുക തീറ്റയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? എമ്മിനും ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ M×B ആണ്. അപ്പോൾ എമ്മിനും ബിക്കും, എം എന്താണ്? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഷണ്ട്? സ്റ്റേറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. ഇപ്പം നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഒക്കെ പഠിക്കുമ്പോൾ നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് യൂസ് ചെയ്യാനായിട്ട്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വലിയൊരു റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ടൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു സർക്യൂട്ടിൽ കൊണ്ടേ വെച്ചാൽ ഇതിൻ്റെ ഈ കൊണ്ടേ വെക്കുന്ന ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കാരണം ആ സർക്യൂട്ടിലുള്ള കറണ്ട്
മൊത്തം മാറും. ഇപ്പം നമ്മൾ 2 ആംപിയർ മെഷർ ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ 2 മില്ലി ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഈ റെസിസ്റ്റൻസ് കാരണം കറണ്ടിൻ്റെ വാല്യൂ മാറും. സോ നമ്മൾ മെയിനായിട്ട് 2 റീസൺ കൊണ്ടാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാത്തത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ റെസിസ്റ്റൻസ് കാരണം ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം മെഷർ ചെയ്യപ്പെടേണ്ട കറണ്ടിൻ്റെ വാല്യൂ മാറും. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസാണ്. നമ്മൾ പോയിന്ററൊക്കെ ഉണ്ട്, ആ കോയിലിൽ കൂടിയുള്ള കറണ്ട് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ അങ്ങ് കാണിക്കും. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടും മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെറിയ കൺവേർഷൻസ് ഒക്കെ വരുത്തി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട്മീറ്ററും കറണ്ട് മെഷർ ചെയ്യാൻ അമീറ്ററുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷണ്ട് എന്ന് പറയുന്ന ആ ഒരു ടേം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗാൽവനോമീറ്ററിനെ ഇങ്ങനെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതിന് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RG ആണ്, ഗാൽവനോമീറ്ററിലൊക്കെ അവിടെയുള്ള കറണ്ട് IG ആണ് എങ്കിൽ ഈ അമീറ്റർ എന്നൊക്കെ പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻറ്റ് ഡിവൈസ് ആണ്. സോ നമ്മൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് പാരലലായിട്ടൊരു സ്മോൾ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്മോൾ റെസിസ്റ്റൻസിന് നമുക്ക് ക്യാപിറ്റൽ R എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ RS എന്നോ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. അപ്പോൾ ഈ മൊത്തം ഡിവൈസ്, അപ്പോൾ പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സർക്യൂട്ടിൻ്റെ മൊത്തം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആ ലോ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. കാരണം നമ്മളിവിടെ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഡോട്ടഡ് പോർഷനുള്ളിലുള്ളത് മൊത്തമാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, അമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ പാരലലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഷണ്ട്. സ്മോൾ റെസിസ്റ്റൻസ് ആണ്, നമ്മൾ ഒരു ഗാൽവനോമീറ്ററിൽ പാരലലായിട്ടാണ് കണക്ട് ചെയ്തത്. അതിനെയാണ് നമ്മൾ എന്നാന്ന് വിളിക്കുന്നത്, ഷണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷണ്ട് റെസിസ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും ഇവിടെ കുഞ്ഞുങ്ങളെ, ഓം വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഷണ്ട് മീൻസ് പാരലൽ ആണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. സോ ആ ഒരു വാല്യൂ നമ്മൾക്ക് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം വരും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നില്ല. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ കറണ്ട് I ആണ് എങ്കിൽ, കറണ്ട് ഡിവൈഡിങ് റൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മേളിക്കൂടെയുള്ളത് IG ആണെങ്കിൽ താഴേക്കൂടെയുള്ളത് I മൈനസ് IG ആണ്. ഈ 2 ബ്രാഞ്ചും അവിടെ പാരലലാണ്. സോ പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. IG ഇൻറ്റു RG ഇസ് ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു നമുക്ക് എന്നാന്ന് പറയാൻ പറ്റും, R എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സെയിം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡപ്പ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റും കൂടി പോരുവാണ്. നമ്മളൊരു ഗാൽവനോമീറ്ററിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, ഒരു വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻറ്റ് ഡിവൈസാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടണം. അതിനായിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഇവിടെ സീരീസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് കറണ്ട് IG തന്നെയായിരിക്കും. സോ ഈ ഒരു മൊത്തം അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ അവിടുത്തെ വോൾട്ട് മീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ V ഇസ് ഈക്വൽ ടു, വോൾട്ടേമീറ്റർ മെഷർ ചെയ്യുന്ന V ഇസ് ഈക്വൽ ടു IG ഇൻറ്റു ഈ 2 റെസിസ്റ്റൻസും സീരീസ് ആയതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് RG പ്ലസ് R എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RG പ്ലസ് R എന്നും, ഈ സെയിം തന്നെ അമീറ്ററിൻ്റെ കേസിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് RGയും Rഉം പാരലലാണ്. സോ RG ഇൻറ്റു R ഡിവൈഡഡ് ബൈ RG പ്ലസ് R എന്ന് വരും. ഓക്കെ, അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ആ ഒരു വാല്യൂ. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്തുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ 2 റീസൺസ് പറഞ്ഞു. രണ്ടാമത് അതിനെ എങ്ങനെയാണ് അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, അവിടുത്തെ V എത്രയാണ്, I എത്രയാണ്, പാരലൽ ബ്രാഞ്ച് ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, സീരീസ് ആണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ വെച്ച് നമ്മൾ ഇക്വേഷൻസും എഴുതി.
അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു ഗ്യാൽവനോമീറ്ററിനെ എങ്ങനെ അമീറ്റർ ആക്കാം, ഒരു ഗ്യാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഗ്യാൽവനോമീറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കറണ്ട് മെഷർ ചെയ്യാൻ, ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ ഫോർ മെഷറിംഗ് മൈക്രോ ആംപിയർ കറണ്ട് ദ ഗ്യാൽവനോമീറ്റർ ഈസ്, ആ ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം കറണ്ട് മെഷർ ചെയ്യാൻ ഒരു സർക്യൂട്ടിൽ ഈ ഗ്യാൽവനോമീറ്റർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്ത അമീറ്റർ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, അത് നമ്മൾ എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അമീറ്റർ ഈ ഒരു കാര്യമൊക്കെ ഒരു ഗ്യാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു മൂവിംഗ് കോയിൽ ഗ്യാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുന്നു, അതിന്റെ കൺവേർഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഈ കൺവേർട്ട് ചെയ്ത സാധനമൊക്കെ ഇപ്പൊ അമീറ്റർ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ കൊണ്ടേ വെക്കണോ, വെച്ചാലല്ലേ അത് കറണ്ട് റീഡ് ചെയ്യുള്ളൂ. അങ്ങനെ കൊണ്ടേ വെക്കുന്നത് ഒരു സർക്യൂട്ടിൽ അമീറ്റർ കൊണ്ടേ വെക്കുന്നത് സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ കൊണ്ടേ വെക്കുന്നത് പാരലൽ ആയിട്ടുമാണ്. അപ്പോൾ കുഞ്ഞു കറണ്ടോ മൈക്രോ ആംപിയറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഗ്യാൽവനോമീറ്റർ നമ്മൾ എപ്പോഴും ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിരിക്കും. ഒരു സർക്യൂട്ടിനുള്ളിൽ നമ്മളത് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓർത്തിരിക്കുക. തെറ്റിപ്പോകുന്നതാണ്, ഓർത്തിരിക്കുക. അടുത്തത്, if only 2% of the current is to pass through a galvanometer of resistance G, then resistance of shunt will be. അപ്പോൾ നമുക്കൊരു ഇതൊക്കെ വരയ്ക്കാം. ഇതാണ് ഗ്യാൽവനോമീറ്റർ, അതിൻ്റെ റെസിസ്റ്റൻസ് G എന്ന് തന്നിട്ടുണ്ട്. അതിൽ കൂടി 2% കറണ്ടും മിച്ചമുള്ളത് 98% അല്ലേ. ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ അതിൽ 2% ഇങ്ങോട്ട് പോയി, ബാക്കി 98% കറണ്ട് പോയിരിക്കുന്നത് താഴത്തെ ബ്രാഞ്ചിൽ കൂടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. രണ്ട് ബ്രാഞ്ചും പാരലലാണ്, സോ അവിടെയുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് 2%, അപ്പോൾ നമുക്കതിനെ 2/100 × I. അവിടുത്തെ റെസിസ്റ്റൻസ് G ആണ്. താഴത്തെ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് 98%, 98/100 × I ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 100 I ഒക്കെ കട്ട് ചെയ്താൽ R = 2/98G എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2/98 അല്ലെങ്കിൽ G/ നമുക്ക് എന്നാന്ന് എഴുതാം, 49 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ D ആണ്. അപ്പോൾ എങ്ങനെ ഈ സെയിം കാര്യം തന്നെ വോൾട്ട് മീറ്ററിൻ്റെ കേസും ഒക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. രണ്ട് ബ്രാഞ്ചും പാരലൽ ആണ് എങ്കിൽ അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും, സീരീസ് ആയിട്ടാണ് എങ്കിൽ അവിടെ കറണ്ട് സെയിം ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? ഇപ്പം നമ്മൾ പഠിച്ച മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയല്ലേ പഠിച്ചത്. അപ്പോൾ ശരിക്കും നിങ്ങൾ NCERT നോക്കിയാൽ നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഫിഗർ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ് അവിടെ ബാർ മാഗ്നറ്റിനൊക്കെ വന്നിരിക്കുന്നത്. ഇങ്ങനെ നോർത്ത് പോള്, സൗത്ത് പോള്, ഇവിടെ ഇങ്ങനെ ഒരു അയൺ കോർ ഉണ്ട്. അതിൽ കൂടി കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി കറണ്ട് I ഉണ്ട്, ഇതൊരു അയൺ കോറാണ്. അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ കുറച്ച് സ്പ്രിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീൽഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ ഫീൽഡ് ഇങ്ങനെയാണ്, റേഡിയൽ ആയിട്ടാണ് എപ്പോഴും വരിക. ഓക്കെ, റേഡിയൽ ഫീൽഡാണ്. അപ്പോൾ പ്ലെയിൻ ഓഫ് ദി കോയിലിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഫീൽഡ് അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ ആ കോയിലിൽ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ടോർക്കിൻ്റെ ഒക്കെ വാല്യൂ NIAB sin തീറ്റയാണ്. അതിൽ തീറ്റ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്തായിട്ടാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അതൊരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിൻ്റർ ഉണ്ട്, ഇവിടെ നമ്മുടെ റീഡിംഗ് ഒക്കെ കാണിക്കുന്ന ആ പോർഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നടുക്ക് സ്പ്രിങ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കൂടി ഈ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് എന്ന് പറയുന്നത് NIAB ആണ്. അപ്പോൾ ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നടുക്ക് വെച്ചിരിക്കുന്ന സ്പ്രിങ് തിരിച്ചൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
K5 റീസ്റ്റോറിംഗ് ടോർക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. അതിൽ ഞാൻ 2 സിമ്പിൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? കെയും ഫൈയും. ഫൈ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ്. നമ്മുടെ കെയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ടോർഷണൽ കോൺസ്റ്റന്റ്. എന്താണ് പിള്ളേരെ? ടോർഷണൽ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ്. റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ് ഫൈ എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ റീസ്റ്റോറിംഗ് ടോർക്കാണ് K5. ഒന്നുകൂടെ പറയാം, ഇവിടെ കോയിലുണ്ട്, ഒരു അയൺ കോർ ഉണ്ട്, അതിൻ്റെ അവിടെ ഇങ്ങനെ കോയിൽ വെച്ചിട്ടുണ്ട്. ആ കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫീൽഡിൻ്റെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് എപ്പോഴും അവിടെയുള്ള ടോർക്കിൻ്റെ വാല്യൂ NIAB ആണ്. ആ NIAB അവിടെയുള്ള ടോർക്കാണ്. അപ്പോൾ ഇത് തിരിയുന്ന അനുസരിച്ച് സ്പ്രിങ് ഒരു റീസ്റ്റോറിങ്, നടുക്ക് ഈ കുഞ്ഞു കുഞ്ഞു വരച്ച് വെച്ചിരിക്കുന്നതാണ് സ്പ്രിങ്. ആ സ്പ്രിങ് ഒരു റീസ്റ്റോറിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയുന്നത് K5 ആണ്. അതിൽ കെയുടെ ഒരു പേരുണ്ട്, ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇവിടെ ഫീൽഡിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് റേഡിയൽ ആണെന്ന് ഓർത്തിരിക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ NIAB = K5 എന്ന് ഓർത്തിരിക്കുക. ആ കോയിലുണ്ടാകുന്ന ടോർക്കാണ് NIAB. ആ സ്പ്രിങ് വഴി ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ടോർക്കാണ് K5 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത 2 കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. NIAB = K5 ആണ് എങ്കിൽ നമുക്ക് ഒരു ഫൈനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് എഴുതാം. ഫൈ = NAB/K × I. അപ്പോൾ നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവിടെയുള്ള ഡിഫ്ലക്ഷൻ ഫൈ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? I ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് അതിനെ തിരിച്ചെഴുതിയാൽ K/NAB, അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ്. അല്ല, K/NABക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. കെയുടെ മാത്രം പേരാണ് ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 ടേം പറയാൻ പോവുകയാണ്. ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി. എന്താണ് കുഞ്ഞുങ്ങളെ? കറണ്ട് സെൻസിറ്റിവിറ്റി. അതിനെ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുന്നത് φ/I ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് ഈ മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് φ/I എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. IS ഒന്ന് അങ്ങ് കൊടുക്കാം. IS = φ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് ആണ്. അതിനെ നമുക്ക് കിട്ടുന്നത് NAB/K എന്നാണ് കിട്ടുന്നത്. സെയിം തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി VS എന്ന് പറയുന്നത് φ/V ആണ്. അപ്പോൾ അതിനെ നമുക്ക് φ/I × ഓംസ് ലോ വെച്ചിട്ട് V = IR എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് φ/Iയുടെ സ്ഥാനത്ത് NAB/K എന്നും പിന്നെ ഒരു R ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻ വേണമെങ്കിൽ എഴുതാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി = കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ എന്താണ്? റെസിസ്റ്റൻസ്. ഓംസ് ലോ പോലെയാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി V = കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ റെസിസ്റ്റൻസ് ആണെന്നും ഈ 2 ഇക്വേഷൻസും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Give 2 factors by which the current sensitivity or voltage sensitivity of a moving coil galvanometer can be increased. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് NAB/K ആണ്. അപ്പോൾ നമുക്ക് ഗാൽവനോമീറ്റർ ഇൻക്രീസ് ചെയ്യണം അല്ലേ? ഗാൽവനോമീറ്ററിൻ്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അല്ലെ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നെങ്കിൽ N കൂട്ടാം, അല്ലെങ്കിൽ അവിടെയുള്ള ഫീൽഡിൻ്റെ വാല്യൂ കൂട്ടാം. ഓക്കെ, A കൂട്ടാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ടോർഷണൽ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ കുറയ്ക്കാം. K കുറയുമ്പോൾ തീർച്ചയായിട്ടും ISൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. കറണ്ട് സെൻസിറ്റിവിറ്റി IS = പറഞ്ഞിട കുട്ടികളെ NAB/K ആണ്. ഓക്കെ, സെയിം തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ NAB/K × R ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഒന്നും കൂടി ഓർത്ത് IS = NAB/K, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി = NAB/K × R. അപ്പം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി = കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ
R ആണെന്നും കൂടി ഓർത്തിരിക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജുമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇൻക്രീസിങ് ദി കറണ്ട് സെൻസിറ്റിവിറ്റി മേ നോട്ട് നെസസറിലി ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. ജസ്റ്റിഫൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് n ആയിരിക്കുന്ന സമയത്ത് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് NAB/K-യും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം, NAB/K × R എന്നും എഴുതാം. നമ്മൾ ഈ നമ്പർ ഓഫ് ടേൺസ് എന്നിന് പകരം എന്നാക്കി 2n എന്നാക്കി. അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് സെൻസിറ്റിവിറ്റി 2n × AB/K IS ഡാഷ് എന്ന് കൊടുക്കാം. IS ഡാഷ് ഇസ് ഈക്വൽ ടു 2 times IS എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്തു. പക്ഷേ സെയിം തന്നെ നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൊടുക്കുമ്പോൾ n 2n ആകുന്നു, എയും ബിയും ഒക്കെ അങ്ങനെ തന്നെ ബൈ K × R സ്ഥാനത്ത് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുന്നതനുസരിച്ച് അവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡബിൾ ചെയ്യും. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 2R. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പൊക്കോളും. സോ അവിടെ നമുക്ക് VS ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് കിട്ടുന്നത്, VS തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു, കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിളായി, പക്ഷേ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അവിടെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, മാറിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം റെസിസ്റ്റൻസും ഡബിൾ ചെയ്തു, അവർ ക്യാൻസൽ ചെയ്തു പോയി. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി VS തന്നെയായിരിക്കും. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചത്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അതൊന്ന് ഓർക്കുമ്പോൾ തന്നെ NIAB = K∅ എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ടോർക്ക് അവിടെ മാക്സിമം ആണ്, ആ കോയിലുണ്ടാകുന്ന ടോർക്ക് മാക്സിമം ആണ്, തീറ്റ 90 ഡിഗ്രി ആണെന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ NIAB ആണ് അവിടെ ആ കോയിലുണ്ടാകുന്ന ടോർക്ക്. അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള റീസ്റ്റോറിങ് ടോർക്കാണ് K∅ എന്ന് പറയുന്നത്. അതിൽ നിന്ന് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ഒക്കെ നമ്മൾ പറയുന്നു, അവർ തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പറയുന്നു. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി = കറണ്ട് സെൻസിറ്റിവിറ്റി /R ആണ്. പക്ഷെ നമ്മൾ ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഇത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിലെ കറണ്ടൊക്കെ മാറ്റുന്നത് കൊണ്ടും നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് അതിനെ കറണ്ട് മെഷർ ചെയ്യാൻ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനായിട്ട് നമ്മളിവിടെ എന്താണ് ചെയ്തത്, ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ പാരലലായിട്ട് ഷണ്ടായിട്ട് കണക്ട് ചെയ്തു. സെയിം തന്നെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആ ഗാൽവനോമീറ്ററിലേക്ക് സീരിയസ് ആയിട്ടൊരു ലാർജ് വാല്യൂ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ചെയ്തപ്പോൾ അവിടെ വോൾട്ട് മീറ്ററും അമീറ്ററും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നല്ല പോലെ പഠിക്കുക, മിടുക്കരാവുക. ഓക്കെ, താങ്ക് യു.